സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനെ സമനിലയിൽ തളച്ച എൽചെ 2 ഗോളുകൾ വീതം നേടിയാണ് എൽചെ റയലിനെ തളച്ചത്. സമനില വഴങ്ങിയെങ്കിലും ബാഴ്സയെ മറികടന്ന് ലീഗിൽ ഒന്നാമതെത്താൻ റയലിനായി. പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ടോട്ടനത്തെ വീഴ്ത്തി ആഴ്സണൽ. എസയുടെ ഹാട്രിക് മികവിലാണ് ഗണ്ണേഴ്സിന്റെ തകർപ്പൻ ജയം. തോൽപ്പിച്ചത് 1-4 ഗോളുകൾക്കാണ് ടോട്ടനത്തെ ആഴ്സണൽ തോൽപ്പിച്ചത്. ഇറ്റാലിയൻ ലീഗിലെ മിലാൻ ഡെർബിയിൽ AC മിലാൻ എതിരില്ലാത്ത 1 ഗോളിന് ഇന്റർ മിലാനെ തോൽപ്പിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചൈത്രയാത്ര തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. എവർട്ടനാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. അവസാന 5 മത്സരത്തിലും തോൽവി അറിയാതെയാണ് റൂബൻ അമോറിമും സംഘവും എത്തുന്നത്. ഓൾഡ് ട്രഫോർഡിൽ രാത്രി 1:30-ക്കാണ് മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് മലബാർ പോരാട്ടം. കാലിക്കറ്റ് FC മലപ്പുറം FC നേരിടും. ഇരു ടീമുകളും ലീഗിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു. കാലിക്കറ്റിന്റെ തട്ടകമായ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഫോർമുല 1 ലാസ് വേഗസ് ഗ്രാൻഡ് പ്രിയിൽ റെഡ് ബുൾ താരം മാക്സ് വെർസ്റ്റാപ്പർ ചാമ്പ്യൻ. മെക്ലറാൻ താരങ്ങൾ അയോഗ്യരാക്കപ്പെട്ടതോടെ കിരീടത്തിനായുള്ള പോരാട്ടം വെർസ്റ്റാപ്പൻ ശക്തമാക്കി. വെർസ്റ്റാപ്പന്റെ സീസണിലെ 6ാം ജയമാണിത്. ഇനി സീസണിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ KL രാഹുൽ ഇന്ത്യൻ ടീമിനെ നയിക്കും. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം നായകനായി പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണെ വീണ്ടും തഴഞ്ഞു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുണ്ട്.